ഇറാന് വലിയ മേൽക്കൈ ഉണ്ടാകുന്നു. ഇപ്പോൾ ലെബനാനിൽ സമാധാനം വന്നിരിക്കുന്നു. ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഇറാന്റെ കടുത്ത നിലപാടിൽ ഇരു രാജ്യങ്ങളും അടിയറവ് പറയേണ്ടി വന്നു. 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. അതായത് ലെബനാനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുകയായിരുന്നു. അവിടെ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 10 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ട്രംപ് പറഞ്ഞിട്ടാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. എന്തായാലും US ഇറാനുമായിട്ട് നടത്തുന്ന ഏതൊരു കരാറും ലെബനാനിനെ ബാധിക്കില്ല എന്ന് ഹിസ്ബുള്ളയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴും ഇറാന്റെ നിലപാട് എന്ന് പറയുന്നത് വളരെ വിപരീതമാണ്. ഒരു വശത്ത് ഹോർമുസ് കടലിടുക്ക് വളരെ നിർണായകമായിട്ട് പോകുന്നു, മറുവശത്ത് ഇറാൻ പറയുന്ന കാര്യം നേരെ തിരിച്ചാണ്. അതായത് തന്റെ സഖ്യകക്ഷികൾക്ക് മേൽ ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ ഹോർമുസ് അടയ്ക്കുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. മാത്രമല്ല, ആക്രമണം തുടർന്നാൽ തങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ലെബനനിലെ ആക്രമണത്തെ പറ്റി നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞതാണ്. ഇനി ഹിസ്ബുള്ളയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഒരു താൽക്കാലിക വെടിനിർത്തൽ വന്നതിലൂടെ ഇറാന്റെ കരുത്തും ലോകം കാണുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 28 ദിവസമായി ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട്. ലെബനാനിലേക്ക് നേരത്തെ തൊട്ടേ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കൂട്ടിയപ്പോഴത്തേക്കും വലിയ രീതിയിൽ തന്നെ പ്രശ്നത്തിലേക്ക് കടന്ന്. അതായത് നേരത്തെയും ഇറാൻ ലെബനനൊപ്പമായിരുന്നു, ഹിസ്ബുള്ളയ്ക്കൊപ്പമായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പം അത്തരം നീക്കങ്ങളിൽ ഒരിക്കലും അവർ പിന്നോട്ട് പോകാതെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതായത് ഹോർമുസ് കടലിടുക്ക് നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ലെബനാനിലേക്ക് ഏതെങ്കിലും ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിന് വലിയൊരു പ്രഹരം തന്റെ ഭാഗത്തുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞതാണ്. എന്തായാലും ലെബനന്റെ മണ്ണിൽ വീഴുന്ന ഓരോ ബോംബിനും പിന്നിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെയും പണത്തിന്റെയും കറുത്ത കൈകളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലെബനനിൽ ബോംബാക്രമണം നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഇസ്രായേലിനെ വിശ്വസ്ത സഖ്യകക്ഷി എന്ന് പുകഴ്ത്തുന്നത് കാണാം. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന പോലെ തന്നെ ഇറാന്റെ കരുത്തിനെ വെല്ലുവിളിക്കുന്നത്. പക്ഷെ ഇറാന്റെ കരുത്തിനെ വെല്ലുവിളിച്ചെങ്കിലും വലിയ രീതിയിലുള്ള നേട്ടമൊന്നും ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും സമാധാനത്തിനായിട്ടുള്ള ഒരു ആഹ്വാനമല്ല, മറിച്ച് ഹിസ്ബുള്ളയെ തകർക്കുക എന്ന ഒരു വ്യാജേന ഒരു പരമാധികാര രാഷ്ട്രത്തിന് മേൽ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റത്തിന് അമേരിക്ക നൽകുന്ന ഒരു പരോക്ഷമായിട്ടുള്ള ഒരു ഗ്രീൻ സിഗ്നലാണ്. അതായത് പറയാതെ പറയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു വശത്ത് ഞങ്ങൾ വെടിനിർത്തൽ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന അതേ അമേരിക്ക മറുവശത്ത് ഹിസ്ബുള്ളയെ തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാൽ എന്തുകൊണ്ടാണ് ഇവർ ഇറാനിലേക്ക് ആ ഒരു നീക്കം നടത്താത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ വലിയ ഭീതിയിലാണ്, ആശങ്കയിലാണ് അമേരിക്കയും ഇസ്രായേലും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന ലെബനന് അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ ഇറാനും രംഗത്തെത്തും എന്നതിൽ സംശയമില്ല. കാരണം ഇറാൻ നേരത്തെ തൊട്ട് പറയുന്നതാണ് അവിടെ ആക്രമണം നടത്തരുത്, അങ്ങനെ നടത്തുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ നീക്കങ്ങളിലൂടെ മുന്നോട്ട് പോകുമെന്നത്. ഏതായാലും 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ ഒരു രാഷ്ട്രീയ നാടകമായിട്ട് മാറുകയാണ്. സമാധാനം എന്നത് അമേരിക്കയുടെ നിബന്ധനകൾക്ക് കീഴടങ്ങലല്ല എന്ന ബോധ്യം ലെബനനിലെ ജനങ്ങൾക്കുണ്ട്. ഇസ്രായേൽ സൈന്യം ലെബനന്റെ അതിർത്തികളിൽ നടത്തുന്ന ആക്രമണങ്ങൾ കേവലം ഒരു പ്രതിരോധമല്ല, മറിച്ച് ഈ പ്രദേശത്തെ ആകെ അസ്ഥിരതപ്പെടുത്തി തങ്ങളുടെ സാമ്രാജ്യത്തെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ്. മതി, ഇനി ഇവിടെ ബോംബിടരുത് എന്ന് ട്രംപ് പറയുന്നത് ലോകത്തിന് മുന്നിലെ ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കൽ മാത്രമാണ്. അതായത് ഇപ്പോൾ ഞാൻ കാരണമാണ് അവിടെ വെടിനിർത്തൽ ഉണ്ടായത് എന്നൊരു രീതിയിലേക്ക് കൊണ്ടുവരിക, അത് മാത്രമാണ് ഈ ട്രംപിന്റെ ലക്ഷ്യം. പക്ഷേ പറയാതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറയാതെ പറയുകയാണ്. അതായത് ഈ ഞങ്ങൾ ഇസ്രായേലിനൊപ്പമാണ്. ഇസ്രായേലിന്റെ ലക്ഷ്യം എന്താ? ഹിസ്ബുള്ളയെ തകർക്കുക. ഹിസ്ബുള്ളയെ എത്ര പെട്ടെന്ന് ഇസ്രായേലിന് തകർക്കാൻ കഴിയില്ല. അങ്ങനെ ഇസ്രായേലിന് ഒരു രാജ്യത്തെയും പൂർണ്ണമായിട്ടും തകർക്കാൻ കഴിയില്ല എന്നൊരു രീതിയിലേക്കാണ് ഇറാൻ തങ്ങളുടെ നിലപാടും എടുത്ത് ഈ രംഗത്തെത്തുന്നത്. അതായത് ഹിസ്ബുള്ളയ്ക്കും ലെബനനൊപ്പം എത്തുന്നത്. അതായത് നേരത്തെ തൊട്ടേ ഇവർ ആക്രമണം നടത്തിയിരുന്നു. മാത്രമല്ല, ഇസ്രായേൽ ലെബനിലേക്ക് നേരത്തെ തൊട്ട് ആക്രമണം നടത്തിയിരുന്നതാണ്. ഇപ്പോൾ ഈ ആക്രമണം കടുപ്പിക്കുമ്പോൾ, ഇറാൻ രംഗത്തെത്തുമ്പോൾ അത് അമേരിക്കയ്ക്ക് വലിയ പ്രതിസന്ധി ആകുമെന്നതിലാണ് ഇപ്പോൾ ട്രംപ് ആശങ്കപ്പെടുന്നത്. അങ്ങനെയാണ് ട്രംപ് അവിടെ ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മറു സൈഡിന് ഇതിന്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാൻ കാരണമാണ് അവിടെ വെടിനിർത്തൽ കൊണ്ടുവന്നത് എന്നുള്ളൊരു പേരെടുക്കുക, രണ്ടാമത് ഇസ്രായേലിനൊപ്പം നിൽക്കുക, മൂന്നാമത് എന്ന് പറയുന്നത് ഹിസ്ബുള്ളയെ തീർക്കുക. ഈ ഒരു കുറച്ച് ലക്ഷ്യങ്ങളാണ് ട്രംപിന്റെ കയ്യിലുള്ളത്. അപ്പോൾ ട്രംപ് ഈ ഒരു കാര്യത്തിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ ട്രംപ് എന്തുകൊണ്ട് തന്റെ ആക്രമണം അല്ലെങ്കിൽ താൻ ഇറാനിന് മേല്
ആക്രമണം നടത്തും, ഇന്നതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് മുതിരാത്തത് അവിടെ ഇറാന്റെ സാന്നിധ്യത്തെ ഭയക്കുന്നത് കൊണ്ടാണ്. കാരണം ഇറാന്റെ സൈന്യം ഇറാന്റെ അത്യാധുനികമായിട്ടുള്ള ഈ ബോംബുകളും അതുപോലെ തന്നെ മിസൈലുകളും വല്ലാതെ ഭയക്കുന്നുണ്ട്. ഈ ഇറാൻ പറയുന്ന അല്ലെങ്കിൽ ഇറാൻ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ, ഭീഷണികളൊക്കെ ഈ അമേരിക്ക നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ട്രംപിന് അത് നന്നായി മനസ്സിലായതുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാത്തത്. എന്തായാലും ലെബനാനിലെ ആശുപത്രികളിലും വിദ്യാലയങ്ങളും വലിയ രീതിയിലുള്ള ആക്രമണമായിരുന്നു ഇസ്രായേൽ തൊടുത്തുവിട്ടത്. മാത്രമല്ല ആ ആക്രമണത്തെ അമേരിക്ക വിശേഷിപ്പിച്ചത് ധീരമായിട്ടുള്ള പോരാട്ടം എന്ന്. അതായത് കണ്ണിൽ ചോരയില്ലാത്ത ആക്രമണത്തെ ഈ ട്രംപ് അതിനെ വിശേഷിപ്പിച്ചത് അതായത് ധീരമായിട്ടുള്ള പോരാട്ടം. ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര രീതിയിലേക്ക് ട്രംപ് പോയി, അല്ലെങ്കിൽ എത്ര അധപ്പതിച്ചു എന്നുള്ളത്. എന്തായാലും പശ്ചിമേഷ്യ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധഭൂമിയായിട്ട് നിലനിർത്താൻ മാത്രമേ സഹായിക്കൂ. ഈ ലെബനാനിലെ വെടിനിർത്തൽ കൊണ്ടുവന്നെങ്കിലും ഇറാന് തന്റെ നീക്കങ്ങൾ നിർണായകമാക്കുകയാണ്. അതായത് ഇപ്പോഴിതാ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കി ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്ക് പ്രത്യേക ഫീസും കൂടി ഏർപ്പെടുത്തി ഇറാൻ രംഗത്തെത്തുകയാണ്. ഫീസ് അടയ്ക്കുന്ന കപ്പലുകളെ മുൻഗണന നൽകി കടത്തിവിടുമെന്നും അല്ലാത്തവയുടെ യാത്ര വൈകിപ്പിക്കുമെന്നാണ് ഇറാന്റെ പുതിയ തീരുമാനം നടക്കുന്നത്. ഒരു വശത്ത് വെടിനിർത്തൽ കരാർ, അതായത് ഇറാന്റെ സമ്മർദ്ദം ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് കണക്കാക്കേണ്ടത്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ട്രംപും ഇസ്രയേലും അതിന് അത്തരം കാര്യങ്ങൾ പറയാത്തത് തന്റെ രാജ്യങ്ങൾക്ക് നാണക്കേടാണ് എന്ന് കരുതിയിട്ടാണ്. കാരണം ഈ ഇറാന്റെ ഈ നിലപാടുകൾ അല്ലെങ്കിൽ ഇറാന്റെ ഭീഷണിയിൽ ഒരു ആശങ്ക വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ലെബനാനിലേക്ക് ഈ ഒരു വെടിനിർത്തൽ നടത്തിയിരിക്കുന്നത്. കാരണം ലെബനാനെ ഇനി ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലെബനാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനെതിരെ ഞങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നം നിങ്ങൾക്ക് കൊണ്ടുവരും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഹോർമുസ് കടലിടുക്ക് ഇപ്പൊ നിലവിൽ അടച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇനി ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്കൻ എയർബേസുകൾ തകർക്കുമെന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അത്തരം നീക്കങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആകമൊത്തത്തിൽ പ്രശ്നത്തിലായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയൊരു വെടിനിർത്തൽ കൊണ്ടുവന്നത്. പക്ഷേ ഇതിനെ എങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ നമ്മളുടേതായ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാമെന്നാണ് ട്രംപ് നോക്കുന്നത്. അതുകൊണ്ടാണ് ട്രംപ് അതിനെ എന്താ പറയാ എൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടിയ രീതി പോലെ ഈ ഒരു വെടിനിർത്തലിനെ ട്രംപ് കാണുന്നതും അതേ കണക്ക് പറയുന്നതും. ഇനി മറുവശത്ത് ഇറാൻ തന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർണായക നീക്കങ്ങളുമായിട്ട് പോവുകയാണ്. മേഖലയിലെ പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു നടപടി ഇറാൻ എടുത്തിരിക്കുന്നത്. അതായത് വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിൽ അമേരിക്ക വിശ്വാസ ലംഘനം നടത്തുന്നു എന്ന ആരോപണം ഇറാൻ നടത്തിയിരുന്നു. ആ ഒരു ആരോപണത്തിന്റെ പുറത്താണ് പുതിയൊരു തീരുമാനത്തിലേക്ക് ഇറാൻ വന്നിരിക്കുന്നത്. അതായത് ഇറാൻ തന്റെ കടലിടുക്കിലൂടെയുള്ള കപ്പൽ യാത്രയ്ക്ക് പ്രത്യേക ഫീസ് ഏർപ്പെടുത്തിയത്. എന്തായാലും ആ ഫീസ് ഏർപ്പെടുത്തിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക ആക്കിയിട്ടുണ്ട്. കാരണം അമേരിക്കയുടെ സാമ്പത്തികം മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ വിജയമാണ് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്, ഇറാന്റെ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ ഇസ്രയേലും അടിയറവ് പറഞ്ഞ് ലെബനാനിലേക്കുള്ള ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ ഈ വിശ്വാസ ലംഘനമാണല്ലോ ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തുടരുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇറാന്റെ തുറമുഖത്ത് ഈ പറയുന്ന അമേരിക്ക ഉപരോധം തുടരുന്നുണ്ടെങ്കിലും അതുവഴിയുള്ള കപ്പലുകൾ വളരെ സുരക്ഷിതമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ചൈനീസ് കപ്പൽ വന്നു, അങ്ങനെ ഓരോരോ രാജ്യത്തെ കപ്പലുകൾ വരുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. എന്തായാലും ഉപരോധത്തിന്റെ മറവിൽ അമേരിക്ക നടത്തുന്നത് കടൽ കൊള്ളയും ഗുണ്ടായിസവുമാണെന്നാണ് ഇറാന്റെ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് വക്താവ് ആരോപിക്കുന്നത്. നേരത്തെ വെടിനിർത്തൽ ചർച്ചകളെ തുടർന്ന് എണ്ണക്കപ്പലുകൾക്കും മറ്റും ഇറാൻ ഇളവുകൾ നൽകിയിരുന്നു. എന്നാൽ തങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സ് അമേരിക്ക ദുരുപയോഗം ചെയ്തു എന്നാണ് ഇറാന്റെ വാദം. എന്തായാലും വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായിട്ടും ഇറാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.